കുറെ പുതിയ ആശയം, ഇമാമിങ്ങൾ പഠിപ്പിക്കാത്ത ആശയം. റാഫിളത്ത് എന്ന് പറയുന്ന കക്ഷി, അവരിൽ ഒരു വിഭാഗത്തെ സംബന്ധിച്ച് അബ്ദുൽ ഖാഹിർ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അൽ ഫർഖ് ബൈനൽ ഫിറഖ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി. അവരെ കൂട്ടത്തിൽ ഒരു കൂട്ടരുണ്ട്. ആരാണത്? അവർ വാദിക്കുന്നു അല്ലാഹു തആല ഖലഖൽ ഖൽഖ, സൃഷ്ടികളൊക്കെ അല്ലാഹു പടച്ചു, എന്നിട്ടോ ഫവ്വല തദ്ബീറൽ ആലമി ലി അലിയിൻ, ലോകൊട്ടാകെ നിയന്ത്രിക്കാൻ അലി ഇബ്നു അബീ താലിബിനെ ഏൽപ്പിച്ചു. ഫഹുവൽ ഖാലിഖു സാനി, അതുകൊണ്ട് അലി ഇബ്നു അബീ താലിബ് രണ്ടാം പഠിച്ചവനാണ്. ഇത് വാദിച്ചവരാണ് റാഫിളത്ത്, പിഴച്ചുപോയവരാണ്. എ പി ഉസ്താദ് മുശ്രിക്കായി പോയില്ലേ ഈ ഗണത്തിൽ? എ പി ഉസ്താദ് മുശ്രിക്കായി പോയില്ലേ ഈ ഗണത്തിൽ? എ പി ഉസ്താദ് മുശ്രിക്കായി പോയില്ലേ ഈ ഗണത്തിൽ? മാത്രല്ല എ പി ഉസ്താദ് ഇപ്പൊ അസുഖമായി, കുറച്ചു കാലം അസുഖമായി, ഒന്നിങ്ങോട്ട് ശരിയായി. മർക്കസിൽ ആദ്യം പ്രസംഗിക്കുകയാണ്, ആദ്യത്തെ പ്രസംഗം. അതിൽ ഉസ്താദ് പറഞ്ഞ എന്താ? ശൈഖുന ഖുതുബുൽ ആലം. ഖുതുബുൽ ആലം, മുദബ്ബിറുൽ ആലം ഒരേ അർത്ഥത്തിനാന്ന് അറിയാത്തവരില്ലല്ലോ. കേട്ടോളൂ, എ പി ഉസ്താദിന്റെ പുതിയ പ്രസംഗം പോലും അതല്ലേ. വെച്ചുകൊടുക്കും. ഇപ്പോൾ സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ശൈഖുന ഖുതുബുൽ ആലം സിഎം അബൂബക്കർ മുഹമ്മദ് അബൂബക്കർ ഷെയ്ഖ്, മടവൂർ ഷെയ്ഖ്, നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലത്ത് ഒരിക്കലും വന്ന് അവിടുത്തെ ഹയാത്ത് സുജൂദ് ചെയ്ത് കുറച്ച് കല്ലെടുത്തിട്ട് അങ്ങോട്ട് പടിഞ്ഞാറ് ഭാഗത്തൊക്കെ എറിഞ്ഞു എന്നിട്ട് പറഞ്ഞു അതൊക്കെ നമുക്കുള്ളതാട്ടോ. അങ്ങനെ ആ സ്ഥലമൊക്കെ നമ്മളെ കയ്യിലുള്ളത്, കല്ലെറിഞ്ഞ സ്ഥലമൊക്കെ നമ്മളെ കയ്യിലുണ്ട്, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോ ഖുതുബുൽ ആലം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. മാത്രല്ല പിന്നീട് പറഞ്ഞു വരുന്നത് മർക്കസ് വരെ മഹാനരായ ശൈഖുൽ മശായിഖ് മടവൂർ ശൈഖുനായുടെ കറാമത്താണെന്നാണ്. അപ്പൊ എ പി ഉസ്താദ് ഇപ്പോഴും ആ ഖുതുബുൽ ആലം മുദബ്ബിറുൽ ആലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഖുതുബുൽ ആലം എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ. എന്നോട് പറഞ്ഞത് ഖുതുബുൽ ആലം എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഓരോ ഖാദിമായിട്ട് കുറെ കാലം സേവനം ചെയ്ത വഫാത്ത് വരെ കൂടെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട വൈദ്യുതി യൂസുഫ് തങ്ങൾ എന്റെ അനുജന്റെ അമോഷനാണ്. മൂപ്പര മകളെയാണ് എന്റെ അനുജൻ. സംസാരത്തിൽ സംസാരിച്ചത് CM എന്നാണ് പറയുമ്പോ ഖുതുബുൽ ആലം എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനത്തെ പക്ഷെ അത് അങ്ങനെ പറഞ്ഞ ഖുതുബുൽ ആലാണ്, അങ്ങനെ പറയണമെന്ന് എന്നോട് പറഞ്ഞതാണ്. വൈലത്തൂർ യൂസുഫ് തങ്ങൾ പറഞ്ഞതാണ്. പിന്നെ ബഹുമാനപ്പെട്ട നമ്മളെ ഉസ്താദ് ഷെയ്ഖ് സുൽത്താൻ എ പി ഉസ്താദ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ ഖുതുബുൽ ആലം എന്നുള്ള. ഉസ്താദിന്റെ ഈ സുഖമില്ലായ്മ കഴിഞ്ഞിട്ട് എണീറ്റപ്പം അതിന്റെ മുമ്പ് സുഖമില്ലായ്മല്ല, വലിയൊരു പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് സ്വപ്നം ദർശിച്ചതും അത് പോയിട്ട് ഒരു ആളെ കൊണ്ടുപിടിച്ചിട്ടൊക്കെ കണ്ടിട്ട് സ്വപ്നം അന്ന് ഉസ്താദ് ആ വിഷയം സംസാരിക്കണം. ഖുതുബുൽ ആലം എന്ന് പറഞ്ഞിട്ട് പല സ്ഥലത്തും പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഖുതുബുൽ ആലം എന്ന് ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ അത് പിന്നെ കുഴപ്പമൊന്നുള്ള കാര്യമല്ല. അത് ഓരോരുത്തർക്ക് ദർജ, ഓരോരുത്തരുടെ ദർജ ഓരോരുത്തർ അറിയുന്ന ആളുകൾക്കെല്ലാം അത് അറിയുള്ളൂ. നമുക്ക് ഖുതുബുൽ ആലം ഷൈഖുന അതിനേക്കാൾ വലുതാണ് ആയിരിക്കാം. ഞമ്മക്കതിനെ പറ്റി ഞമ്മക്ക് അറിയുന്നതിന് പരിധി നമ്മളെ മഹാന്മാർ നമുക്ക് പറഞ്ഞു തന്നല്ലേ നമ്മൾ പറയേണ്ടതുള്ളൂ. പിന്നെ അതിലപ്പുറം കണ്ട് താഴോട്ട് നമ്മൾ ചിന്തിക്കേണ്ടതില്ല, മേലോട്ടല്ലേ ചിന്തിക്കേണ്ടത്. ഒരാളെ പറ്റി നല്ലതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്, അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്. അപ്പൊ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്ന, നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്ന ആള് ആ ഒരു ഖുതുബുൽ ആലം എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഖുതുബുൽ ആലല്ല എന്നുള്ളത് നമ്മൾ എന്താക്കേണ്ടതില്ല. എനിക്കത്ര ആവശ്യമുള്ളൂ. എന്നോട് ഇന്ന് വരെ ആരും പറഞ്ഞു ഞങ്ങൾ ഖുതുബുൽ ആലം എന്ന് പറയണ്ടെന്ന് എന്നോട് ആരും ഇന്നല്ല പറഞ്ഞിട്ടില്ല. അവര് പറഞ്ഞതാണ്. അവരെ മുഹിബ്ബീങ്ങളും അവരെ മുരീദന്മാരല്ല പറഞ്ഞത്, അവര് തന്നെ പറഞ്ഞു അന ഖുതുബുൽ ആലം, ഞാനാണ് ലോകത്ത് നിയന്ത്രിക്കുന്നത്. ഞാൻ അറിയാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങുന്നില്ല. ഉപ്പാപ്പ പറഞ്ഞതാണ്. അള്ളാഹു അവിടുത്തെ മദദ് നൽകട്ടെ, മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളെന്താ ആമീൻ പറയാത്ത? ആമീൻ പറയാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നും കൂടെ ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഉപ്പാപ്പാനെ മുറുകെ പിടിച്ചോളി. ഉപ്പാപ്പ നമ്മൾ വിചാരിച്ചതുപോലെ ഹലറത്തുൽ ഖുദ്സിൽ ഇങ്ങനെ കിടക്കാണ്. ലോകം മൊത്തം കണ്ട് അത് നിയന്ത്രിച്ച് ഞാൻ ഒന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖുന പറഞ്ഞ വാർത്ത, ഷെയ്ഖുനൊന്ന് അശ്രദ്ധയിലായാൽ സംഭവിക്കും. ഞാൻ ഒന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖുന പറഞ്ഞ വാർത്ത, ഞാൻ ഒന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖുന പറഞ്ഞ വാർത്ത, ഷെയ്ഖുനൊന്ന് അശ്രദ്ധയിലായാൽ സംഭവിക്കും. അപ്പൊ ഇവിടെയുള്ള കാറ്റടിക്കുന്നതും ഇവിടെ മഴ വർഷിക്കുന്നതും
ഇവിടെയുള്ള പ്ലെയിനുകളും വണ്ടികളൊക്കെ ഓടുന്നതെല്ലാം ഒരു വലിയന്റെ, ഒരു മഹാന്റെ, ഒരു റൂഹിന്റെ നിയന്ത്രണത്തിലാണ്. അള്ളാഹ് ഏൽപ്പിച്ചതാണ്. അതൊരു ലോകമാണ്. അപ്പൊ ഹദ്റത്തുൽ ഖുദ്സിൽ ഇങ്ങനെ കിടക്കാണ് ഷെയ്ഖുനാക്കൾ. എന്നിട്ട് ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കുന്നു, ഉമ്മുൽ കിതാബിലേക്ക് നോക്കുന്നു. ഉമ്മുൽ കിതാബ് ലൗഹുൽ മഹ്ഫൂദ് ഒന്നാണെന്ന അഭിപ്രായം വേറെയുണ്ട്. രണ്ടിലേക്ക് നോക്കി അതിലുള്ളത് മുഴുവനും പറയാൻ അവർക്ക് കഴിയും. പക്ഷേ അതിൽ നിന്ന് കോടിയിലൊന്ന് നമ്മുടെ മുമ്പിൽ പറഞ്ഞ്, അതാണ് നമ്മൾ ഭയങ്കര ആശ്ചര്യമായി തന്നെ നമുക്ക് കാണുന്നത്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ മഹാന്മാരാണ്. അവർക്ക് എല്ലാ കഴിവും അല്ലാഹു കൊടുക്കും. സുന്നത്ത് ജമാഅത്ത് ദീൻ പഠിച്ചവർക്കറിയാം, ഇസ്ലാമിന്റെ ഉസൂല് പഠിച്ചവർക്കറിയാം. മഹാനായ സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങള് ലോകം നിയന്ത്രിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് കുഴപ്പമുള്ളത്? മഹാനായ സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങള് ലോകം നിയന്ത്രിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് കുഴപ്പമുള്ളത്? ഒരു കുഴപ്പമില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കണക്കും കയ്യുമില്ലാതെ കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചതല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? ലോകൊട്ടാകെ നിയന്ത്രിക്കാൻ അലി ഇബ്നു അബീ താലിബിനെ ഏൽപ്പിച്ചു. ഫഹുവൽ ഖാലിഖു സാനി. അതുകൊണ്ട് അലി ഇബ്നു അബീ താലിബ് രണ്ടാം പഠിച്ചവനാണ്. ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പഠിച്ചവൻ്റെത് തന്നെയാണ്, പഠിച്ചോൻ തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന അത്രയും വലിയ പവർ അള്ളാഹുവിലേക്ക് ഈ സാധനം അള്ളാഹു നമുക്ക് തന്ന ഈ കൽബ് പ്രകാശിപ്പിച്ചെടുത്താൽ അങ്ങനെ ഉയരാനും വളരാനും കഴിയും. ആ രൂപത്തിൽ ഉയർന്ന് വഫാത്തിന്റെ തൊട്ടമുൻപ് അവിടുന്ന് ചൊല്ലിയതും പറഞ്ഞതും ഇവിടുന്ന് യാത്രയാണെന്നൊക്കെ ബോധ്യമായതൊക്കെ ഇവിടെ നേരത്തെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. ഇത് ബാധിച്ചവരാണ് റാഫിളത്ത്, പിഴച്ചുപോയവരാണ്. ഇതുപോലെ ചില ഔലിയാക്കൾ പടച്ചോനാന്ന് പാട്ടുപാടുന്നവരില്ലേ? അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹ് ഔലിയാക്കളെ സംബന്ധിച്ച് വേണ്ടാത്തത് പറയുന്നവരില്ലേ? ആ ഔലിയാക്കൾ ഒരു കാലത്തും പൊരുത്തപ്പെടാത്ത വാചകങ്ങൾ. അത്തരം ആശയങ്ങളും പുത്തൻ പ്രസ്ഥാനമാണ്, പുത്തൻ ആശയമാണ്, വ്യാജമാണ്. അങ്ങനെയുള്ള വ്യാജക്കാരനായാൽ അല്ലെങ്കിൽ പുത്തനാശയക്കാരനെ ചേർത്ത് പിടിച്ചാൽ അള്ളാഹുവിന്റെ ലാനത്തുണ്ട്, വൽ മലായിക മലക്കുകളുടെ ലാനത്തുണ്ട്, സർവ്വജനങ്ങളെയും ലാനത്തുണ്ട്. എന്നിട്ട് അല്ലാഹു പറയാ ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ. അവന്റെ ഒരു ഫർളും ഒരു നിസ്കാരവും അല്ലാഹു കബൂൽ ചെയ്യൂല, ഒരു സുന്നത്തും അല്ലാഹു കബൂൽ ചെയ്യൂല.